പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. വലിയ ഇടയ്ക്കയും തൂക്കി കൊട്ടിപ്പാടുന്ന കൊച്ചു കലാകാരൻ. കുഞ്ഞായിരുന്നപ്പോഴേ സോപാന സംഗീതമായിരുന്നു ഉറക്കുപാട്ട്. സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ പാട്ടും പാടിത്തുടങ്ങി. ക്ഷേത്രനടയിലെ സോപാന സംഗീതം ശ്രദ്ധയോടെ കാണും, ഒപ്പം വീഡിയോകളും. ഇടയ്ക്കയോടുള്ള ഇഷ്ടം കണ്ട് അച്ഛൻ കലാമണ്ഡലം രാജേഷ് ഭാരം കുറഞ്ഞ ഒരു ഇടയ്ക്ക നിർമ്മിച്ചു കൊടുത്തു. അതുമായാണ് ഇപ്പോഴത്തെ പാട്ട്. വല്യച്ഛൻ രതീഷ് കുമാർ ആയിരുന്നു പ്രധാന പിന്തുണ. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ കണ്ട് പല പ്രഗത്ഭരും വിളിച്ച് അഭിനന്ദിച്ചു. നമ്മളെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് അവനെ ഉറക്കിയിരുന്നത് ഈ സോപാനം പാട്ടാണ് വെച്ചാണ് ഉറക്കിയിരുന്നത്. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മോനെ ഈ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ട് തന്നെയാണ് ഈ ലിറിക്സ് പഠിച്ചതും കൊട്ടുന്ന ശൈലി ആയാലും അതെല്ലാം തന്നെയാണ് മോൻ പഠിച്ചത്. 2 മാസം മുൻപ് ശിവഹരി ഗുരുവിന് കീഴിൽ സോപാന സംഗീതം പഠിച്ചു തുടങ്ങി. UKG വിദ്യാർത്ഥിയായ ശിവഹരി ഇപ്പോൾ അച്ഛന് കീഴിൽ ചെണ്ടയും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അനുജൻ 1.5 വയസ്സുകാരൻ ദേവദത്തനും ഇടയ്ക്കയോട് ഇഷ്ടം തുടങ്ങി. GS സുനിലിനൊപ്പം വിനു മോഹനൻ, മനോരമ ന്യൂസ്, പത്തനംതിട്ട. ഒറ്റയ്ക്ക് പഠിച്ചെടുത്തതാണ് ആ പാട്ടും താളവും ഒക്കെ. മിടുക്കനാണ് ശിവഗിരി. അപ്പോൾ ചെറിയൊരിടവേള, വേഗം മടങ്ങിയെത്താം.